ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന വിഷയം എന്നുള്ളത് 12 നാളുകാർക്ക് ശനി മൂലം വന്നിട്ടുള്ള ദുരിതങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. എടുത്തു പറയുമ്പോൾ 7.5 ശനി, അഷ്ടമശനി, കണ്ടകശനി എന്നീ ദോഷങ്ങൾ മാറി ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുവാൻ പോകുന്നൊരു സമയം വരികയാണ്. ഈ 12 നാളുകാർക്കും ഈ ശനിദോഷങ്ങൾ അനുഭവത്തിൽ ഇപ്പോൾ നടന്നു വരുന്നതാണ്. എന്നാൽ ഈ മെയ് 17 മുതൽ ശനി നക്ഷത്രമാറ്റം നടത്തുകയാണ്. ശനി രേവതി നക്ഷത്രത്തിലേക്കാണ് മാറി വരുന്നത്, നക്ഷത്രമാറ്റം നടത്തുന്നത്. ഒക്ടോബർ മാസം 9-ാം തീയതി വരെയും ശനി രേവതി നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് തന്നെ 4 രാശിയിൽ വരുന്ന 12 നക്ഷത്ര ജാതകർക്ക് ശനിദോഷങ്ങളിൽ ആശ്വാസം ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമായും 7.5 ശനി, അഷ്ടമശനി, കണ്ടകശനി എന്നീ ദോഷങ്ങൾ ജാതകവശാൽ അനുഭവിക്കുന്നവർക്ക് വളരെ വലിയ ആശ്വാസമാണ് ഉണ്ടാകുവാൻ പോകുന്നത്. രേവതി നക്ഷത്രത്തിലെ ശനി ബലവാനായിട്ടാണ് വരുന്നത്. കർമ്മമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യത്തിലും രേവതിയിൽ ബലവാനായിട്ട് വരുന്ന ശനി വളരെയധികം സ്വാധീനിക്കുകയും അനുഗ്രഹങ്ങൾ നൽകുന്നതുമാണ്. ഇവിടെ പറയുന്ന ഫലങ്ങളെ കൂടി മുൻനിർത്തി നിങ്ങൾ നിങ്ങളുടെ ജനന ജാതകം കൂടി പരിശോധിച്ച് നിലവിലെ ദശ, അന്തർദശ, അപഹാരം എന്നിവയും ശനിയുടെ ഗ്രഹസ്ഥിതിയും മറ്റ് ഗ്രഹങ്ങളുടെ ജാതകവശാലുള്ള ഗ്രഹസ്ഥിതിയും മനസ്സിലാക്കി വേണ്ടുന്ന പരിഹാര കർമ്മങ്ങളും വഴിപാടുകളും നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. 2026 മെയ് 17-ാം തീയതി മുതലുള്ള രാശിചക്രത്തിൽ മേടം രാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്ന കാലവും, ഇടവം രാശിയിൽ സൂര്യചന്ദ്രബുധ സഞ്ചാരവും, മിഥുന രാശിയിൽ ശുക്രഗുരു സഞ്ചാരവും, ചിങ്ങം രാശിയിൽ കേതുവിൻ്റെ സഞ്ചാരവും, കുംഭം രാശിയിൽ രാഹുവും, മീനം രാശിയിൽ ശനിയും നിൽക്കുന്ന സമയമാണ്. ജാതകർ ശനീശ്വര പ്രീതി വരുത്തുക. ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം ശനിയാഴ്ച ദിവസം നടത്തി പ്രാർത്ഥിക്കുക. ശാസ്താവിൻ്റെ അഷ്ടോത്തരം ചൊല്ലുക. കൂടാതെ നവഗ്രഹ പൂജ ചെയ്ത് ഗ്രഹപ്രീതി വരുത്തുന്നതും ഉത്തമ ഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കും. പ്രാർത്ഥനയോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കുക, ബഹുമാനിക്കുക, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ, നല്ല പ്രവൃത്തികൾ ചെയ്യുക. വിശന്നിരിക്കുന്നവന് ആഹാരം നൽകുക, മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കാതിരിക്കുക എന്നിങ്ങനെയുള്ള സത്പ്രവർത്തികളും ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശനി കർമ്മകാരകൻ കൂടി ആയതുകൊണ്ട് ഏതൊരു പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ ഒരു പ്രവൃത്തിയുടെ ഫലങ്ങൾ ശനി തരുന്നതാണ്. ശനി ഒരു ഫലം ശനി തന്നു കഴിഞ്ഞാൽ അതങ്ങ് കിടക്കും, ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ. അത് ദോഷമായാലും അല്ലെങ്കിൽ ശുഭകരമായാലും അത് ആ രീതിയിൽ തന്നെ അങ്ങനെ ഉണ്ടാവും. തിരിച്ചെടുക്കുന്നതല്ല, ശനി തരുന്ന ഫലങ്ങൾ തിരിച്ചെടുക്കുന്നതല്ല. അപ്പോൾ അതിന് നോക്കിയിട്ട് വേണ്ടുന്ന പ്രവൃത്തികൾ തന്നെ ചെയ്യുക. നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ, ധർമ്മപ്രവൃത്തികൾ, സത്യസന്ധത, അങ്ങനെയുള്ള കാര്യങ്ങൾ വച്ച് പുലർത്തി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇവിടെ ശനി രേവതി നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ആദ്യത്തെ രാശിയാണ് ഇടവം രാശിയാണ്. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം അര എന്നീ നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽ വരുന്നത്. ഇടവം രാശിക്കാർക്ക് ശനി രേവതി നക്ഷത്രത്തിലേക്ക് മാറുമ്പോൾ കണ്ടകശനിക്ക് പൂർണ്ണമായിട്ടുള്ള ശമനം ലഭിക്കുന്നതാണ്. പൂർണ്ണമായും കണ്ടകശനി മാറിക്കിട്ടുന്നൊരു സമയമാണ്. ശനിദോഷം വിട്ടുമാറുന്നതിൻ്റെ ശുഭഫലങ്ങൾ മെയ് 17 കഴിയുമ്പോൾ ഇടവം രാശിക്കാരുടെ അനുഭവത്തിൽ വരുന്നതാണ്. ജീവിതത്തിൽ ഒരു പ്രകാശം, ഒരു വെളിച്ചം വീശുന്ന കാലഘട്ടമായിരിക്കും. മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ മാറുന്ന സമയവും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന്
മുക്തി ലഭിക്കുകയും ചെയ്യും. കടബാധ്യതകൾ തീർക്കാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവും. മനസ്സിനും ശരീരത്തിനുമൊക്കെ ഉണർവുണ്ടാവുന്നു. അതിൻ്റെ ഫലമായി തന്നെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും വന്നു ചേരും. ഒരുപാട് നാളുകളായിട്ട് ജീവിതത്തിൽ നിലനിന്നിരുന്ന കഷ്ടപ്പാടുകൾ മാറിപ്പോകുന്നൊരു സമയമാണ്. ശനി വിപരീത അവസ്ഥയിൽ ഗുണവാനായിട്ട് വരുന്നതിലൂടെ ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാവുന്നതാണ്. ജീവിതത്തിൽ വന്നിട്ടുള്ള സകല തടസ്സങ്ങളും വിട്ടുമാറി വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നൊരു സമയമാണ്. മാറ്റി നിർത്തപ്പെട്ട സ്ഥലങ്ങളിൽ മുഖ്യസ്ഥാനത്തേക്ക് തിരികെ വരുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ ബഹുമാനം വന്നു ചേരും. എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലെത്തിച്ചേരും. ധനപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. കരാറ് ജോലികളിൽ ലാഭമുണ്ടാകും. വിദേശയാത്രയ്ക്ക് യോഗം വന്നു ചേരും. അതിപ്പോൾ പഠനത്തോടൊപ്പം തൊഴിലും ചെയ്യുവാനുള്ള വിദേശ അവസരങ്ങളും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. എല്ലാ വഴികളിലൂടെയും നോക്കുമ്പോൾ ധനപരമായിട്ടുള്ള ഉയർച്ചകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയവും നല്ല നേട്ടങ്ങളുടെ ഒരു കാലഘട്ടവും കൂടിയായിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. തുടർന്ന് വരുന്നത് കർക്കിടകം രാശിയാണ്. പുണർദം, കാല്, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽ വരുന്നത്. മീനം രാശിയിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമശനി ദോഷം മെയ് മാസത്തിൻ്റെ അവസാനത്തോടെ മാറി അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. മെയ് മാസം അവസാനിച്ച് ജൂൺ മാസത്തിൻ്റെ തുടക്കത്തോടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, മനപ്രയാസം എന്നിവയെല്ലാം മാറിക്കിട്ടുക, ആ ഒരു സാഹചര്യം ഉണ്ടാവും. ശാരീരിക സൗഖ്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കർക്കിടക രാശിക്കാർക്ക് ശനി സർവാഭീഷ്ട സ്ഥാനത്താണ് വരുന്നത്. ആയതുകൊണ്ട് തന്നെ കർമ്മമണ്ഡലത്തിൽ അല്ലെങ്കിൽ കർമ്മമണ്ഡലത്തിൻ്റെ സകല തടസ്സങ്ങളും മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. തടസ്സപ്പെട്ട് കിടക്കുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കും. ശമ്പള വർധനവ്, മാറാത്ത ബില്ലുകൾ മാറിക്കിട്ടുക, പിടിച്ച് വച്ച ധനം തിരികെ ലഭിക്കുക എന്നിങ്ങനെ ഏത് വഴികളിൽ കൂടിയെങ്കിലും കിട്ടുവാനുള്ള ധനം നിങ്ങളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്ന് ഉറപ്പായിട്ട് പറയാം. നഷ്ടമായെന്ന് വിചാരിച്ച ധനം തിരികെ ലഭിക്കും. ബിസിനസ്സിൽ ഉയർച്ചകൾ ഉണ്ടാകും. നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്ന ശത്രുതയും വിഷമങ്ങളും ഈ ഒരു സമയം വിട്ടകന്നു പോകുന്നതാണ്. സാമ്പത്തികമായിട്ട് നല്ലൊരു മുന്നേറ്റം നിങ്ങൾക്കുണ്ടാകും. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുവാൻ സാധിക്കും. നിങ്ങളും ഈ സമയം ജാതക പരിശോധന നടത്തി യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. കൂടാതെ വിവാഹത്തിലൂടെ ബന്ധുബലം വർദ്ധിക്കും. നല്ല ബന്ധങ്ങൾ വഴി നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. വിദേശയാത്രയ്ക്ക് യോഗം, പരീക്ഷകളിൽ വിജയം, സ്ഥാനക്കയറ്റം എന്നിവയും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയവും ഉപരിപഠന യോഗവും വന്നു ചേരുന്നൊരു സമയം കൂടിയാണ്. തുടർന്ന് വരുന്നത് വൃശ്ചികം രാശിയാണ്. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകരാണ് വൃശ്ചികം രാശി വരുന്നത്. ശനി രേവതി നക്ഷത്രത്തിലേക്ക് മാറുമ്പോൾ കണ്ടകശനിക്ക് പൂർണ്ണമായിട്ടുള്ള ശമനം ലഭിക്കുന്നതായിരിക്കും വൃശ്ചിക രാശിക്കാർക്ക്. ഇത്രയും നാൾ കണ്ടകശനി മൂലം ഉണ്ടായിട്ടുള്ള അലച്ചിൽ, മനപ്രയാസം, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പരാജയം, ശയ്യാസുഖം ഇല്ലായ്മ, ഭക്ഷണസുഖം ഇല്ലായ്മ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് അവസാനം ഉണ്ടാകുന്ന ഒരു സമയമാണ് 2026 മെയ് 17 കഴിഞ്ഞ് ജൂൺ മാസത്തിൻ്റെ തുടക്കത്തോടെ വന്നു ചേരാൻ പോകുന്നത്. ആശ്വാസകരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും വൃശ്ചിക രാശിക്കാർക്ക്. ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ഇത്രയും നാൾ നിങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം മാറാൻ പോകുന്നു. മെയ് മാസത്തിൻ്റെ അവസാനത്തോടെ ഇനി നിങ്ങൾക്ക് ഉയർച്ചയുടെ നാളുകളായിരിക്കും ഉണ്ടാകുന്നത്. വൃശ്ചിക രാശിക്കാർക്കും വിപരീതാവസ്ഥയിൽ ശനി ഗുണവാനായിട്ട് വന്നു ചേരുന്ന സമയമാണ്. പ്രധാനമായും രോഗാവസ്ഥയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ജീവിതത്തിൽ സമാധാനം, സന്തോഷം എന്നിവയുണ്ടാകും. അംഗീകാരങ്ങൾ നിങ്ങളെ തേടി വരുന്നൊരു സമയമാണ്. ഗുരുക്കന്മാരുടെ അനുഗ്രഹമുണ്ടാകും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ്. ഈ 2026 വർഷാവസാനത്തോടടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് പുതിയ ബന്ധങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം ആയിരിക്കും. അങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുമായിട്ട് നിങ്ങൾ ഒത്തുചേർന്ന് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യവും ഉണ്ടാകും.
ഇതോടൊപ്പം ദാമ്പത്യ ഒരു പ്രശ്നത്തിന് ഒരു അവസാനം ഉണ്ടാകും. സന്താനഭാഗ്യം കൈവരും. കുടുംബത്തിൽ സന്തോഷം, സമാധാനം എന്നിവയൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും വൃശ്ചിക രാശിക്കാരുടെ. തുടർന്ന് ശനി രേവതി നക്ഷത്രത്തിലേക്ക് മാറുമ്പോൾ വരുന്ന രാശിയാണ് അവസാനത്തെ രാശിയും കൂടിയായ മകരം രാശി എന്ന് പറയുന്നത്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽ വരുന്നത്. മെയ് മാസത്തിൻ്റെ അവസാന നാളുകളോടെ മകരം രാശിക്കാർ പൂർണ്ണമായും ശനിദോഷത്തിൽ നിന്ന് കരകയറും. കഴിഞ്ഞുപോയ ശനിമാറ്റത്തിൽ നിന്ന് ലഭിക്കാത്ത ഗുണഫലങ്ങൾ ഈ ശനി നക്ഷത്രമാറ്റത്തിൽ മകരം രാശിക്കാർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്ര ജാതകർക്ക് 7.5 ശനിദോഷം മാറിക്കിട്ടുന്ന സമയമാണ്. ഇതുവരെ അനുഭവിച്ച് വന്നിരുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കൈപ്പേറിയ അനുഭവങ്ങൾക്ക് വിട പറയാനുള്ള സമയം കൂടിയാണിത്. 2026 മെയ് മാസത്തിൻ്റെ അവസാനം മുതൽ 7.5 ശനി ഒഴിഞ്ഞുപോയി ജീവിതത്തിൽ ഭാഗ്യവും ശുഭകാര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരവസരത്തിൽ നടത്തിയെടുക്കുവാൻ സാധിക്കും. പ്രതീക്ഷിക്കാത്ത സമയത്ത് നല്ലത് സംഭവിക്കും എന്ന് തന്നെ പറയാം. മീനം രാശിയിൽ കർമ്മകാരകനായ ശനി മകരം രാശിക്കാർക്ക് തൊഴിൽ സ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മികച്ച വിജയങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ ഏതൊരു സംശയവുമില്ല. അപ്പോൾ ഈ രീതിയിലായിരിക്കും ശനി രേവതി നക്ഷത്രത്തിലേക്ക് മാറുമ്പോൾ 4 രാശിയിൽ വരുന്ന 12 നക്ഷത്ര ജാതകർക്കുണ്ടാകുന്ന ശുഭഫലങ്ങൾ, ഗുണഫലങ്ങൾ എന്ന് പറയുന്നത്. ശനിദോഷങ്ങളുടെ കാഠിന്യവും മാറിക്കിട്ടുന്ന ഒരു ഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.